മക്കളെ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ 2026 കീം എക്സാം എഴുതുന്ന കുട്ടികൾക്കായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം ഈ വർഷം നമുക്ക് കീമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്, ബോർഡ് എക്സാം കഴിഞ്ഞ് നമുക്ക് അധിക ദിവസമില്ല പഠിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മാസം, അതായത് വരുന്ന ഡിസംബർ മാസം നല്ല രീതിയിൽ കീം എക്സാമിന് വേണ്ടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ജനുവരി ഫെബ്രുവരി ഒക്കെ നിങ്ങളുടെ ലാബ് എക്സാം, മോഡൽ എക്സാം, പിന്നെ ബോർഡ് എക്സാമിനൊക്കെയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. പിന്നീട് നമ്മൾ ആ ഒരു എക്സാമിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ബോർഡ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ കീമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം, നമുക്ക് +1 ടോപ്പിക്സും കൂടെ പഠിക്കാനും ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഡിസംബർ മന്ത് നിങ്ങൾ കുറച്ച് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്കിലെത്താം. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ, അത് കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാം. ഇനി നമ്മളിപ്പം ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഈ ഒരു ഡിസംബർ മന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ടൈം നിങ്ങൾ കീമിന് വേണ്ടി മാറ്റിവെക്കുക. ഇനി എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി +2 ഇപ്പം നമ്മൾ ഒരു ട്രാക്കിലാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആ ഓരോ സബ്ജക്ട്, ഓരോ ടോപ്പിക്സിൻ്റെയും കീം ലെവലിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോർഡ് എക്സാമിനുള്ള ഒരു റിവിഷനുമായി, കീമിനുള്ള ഒരു പ്രിപ്പറേഷനുമായി. പിന്നെ നമ്മൾ +1 ടോപ്പിക്സ് ആണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. കുഴപ്പമില്ല, അത് നമുക്ക് ലാസ്റ്റത്തേക്ക് വെക്കാം. പക്ഷേ +2 കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷൻ്റെ ഒപ്പം തന്നെ കീമും കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുന്നത്തെ വർഷമൊക്കെ ഓൺലൈൻ ആയിട്ടാണ് അല്ലേ എക്സാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ഡേയ്സിലാണ് പരീക്ഷ നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരുപാടധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആണ്. ഇതെല്ലാം സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസുകൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു പക്ഷേ നിങ്ങൾ ആ ഓൺലൈൻ എക്സാംസ് ഒന്നും അധികം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഓൺലൈനിൽ എക്സാം എഴുതുക, അതിനൊക്കെയുള്ള ഒരു പ്രാക്ടീസ് കിട്ടും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ലേണിനോ ആപ്പിൽ നമ്മൾ ഒരു കീം ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും PDF മെറ്റീരിയലും മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനും എല്ലാം അതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രിന്റഡ് ബുക്സും നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷനും ആയിട്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് സെറ്റ് ബുക്കും നമ്മൾ ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് ഫ്രീ ആണ്. ഇനി ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ മാത്രം മതി എന്നുണ്ടെങ്കിൽ, ഫിസിക്സ് മാത്രം, കെമിസ്ട്രി, മാത്സ് മാത്രം, അങ്ങനെ ചൂസ് ചെയ്യാം. ഇനി ടെസ്റ്റ് സീരീസ് മാത്രം, മോക്ക് ടെസ്റ്റുകൾ മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് തരും. ഇനി അതൊക്കെ കൂടാതെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് PYQ സീരീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്